ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കേബിൾ ടിവി മേഖലയെ തകർക്കും വിധം കെഎസ്ഇബി പോസ്റ്റുകൾക്ക് അമിത നിരക്ക് ഈടാക്കാനുള്ള കെഎസ്ഇബി നീക്കത്തിനെതിരെ കണ്ണൂരിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ പ്രതിഷേധം. ജില്ലാ വൈദ്യുതി ഭവന് മുന്നിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. ധർണാ സമരം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട സ്വയം തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടതിനു പകരം കുത്തകകൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് ക്രൂരതയെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് മേയർ പറഞ്ഞു. ഇവിടുത്തെ കുത്തക കമ്പനികൾക്ക് റെയിൽവേ പോസ്റ്റിൽ ലൈൻ വലിക്കുന്നതിന് വേണ്ടി ഒരു വർഷം ₹1 വാടക നിരക്കിൽ കെഎസ്ഇബി ഇവിടെ അനുവദിച്ചിരുന്നു. എന്നാൽ ചെറുകിട സംരംഭകരായ കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിന് ഇത്തരത്തിൽ ഒരു ആനുകൂല്യം നൽകാൻ കെഎസ്ഇബി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടേക്ക് എത്തുമ്പോൾ അന്യായമായ നിരക്ക് വർധനവും അതുപോലെ ഫീസ് വർധനകൾക്ക് കാട്ടിക്കൊണ്ട് ആ രീതിയിൽ ചെറുകിട സംരംഭങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ ആണ് ഇവിടെ കെഎസ്ഇബി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നയമായി അവർ അറിയുന്നുണ്ട്. കേബിൾ ടിവി മേഖലയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും സിഒഎ പോകുമെന്ന് ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. നടത്തിയിട്ടുള്ളത് കെഎസ്ഇബിയുടെ തെറ്റായ നയങ്ങളാണ്. 19 വർഷക്കാലമായി സിഒഎ നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളും ഏറിയ പങ്കും നടത്തിയത് കെഎസ്ഇബിയുടെ വിവേചനപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ചെറുകിട വ്യവസായ മേഖല എന്നുള്ള രീതിയിൽ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് ഒരു തരത്തിലുള്ള നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ കെഎസ്ഇബിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയുടെ സംഭാരകരായി ഈ ബന്ധപ്പെട്ട അധികാരികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരണം, ആർക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളെ വലിയ ഭീഷണിയുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ കടന്നു വരുന്ന കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇഷ്ടംപോലെ അവരുടെ സൗജന്യ നിരക്കിൽ പോസ്റ്റുകൾ ഉപയോഗിക്കാനുള്ള പാത വെട്ടിത്തെളിക്കുകയാണ് ഇവിടുത്തെ കെഎസ്ഇബിയും അതുപോലെ ഗവൺമെന്റും. സിഒഎ ജില്ലാ സെക്രട്ടറി MR രജീഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ AV ശശികുമാർ നന്ദിയും പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാർ, വെള്ളോറ രാജൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് P വിജയൻ, സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽ മംഗലത്ത്, K സജീവ് കുമാർ, P ശശികുമാർ, NK ദിനേശൻ, സിഒഎ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സണ്ണി സെബാസ്റ്റ്യൻ, VV മനോജ് കുമാർ, സിഒഎ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK ദേവാനന്ദ്, C സുരേന്ദ്രൻ, സിഒഎ ജില്ലാ ട്രഷറർ AV ശശികുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ് കണ്ണൂർ.